സാഗരത്തിലേക്ക് സ്വാഗതം. കഥാകഥന സാഗരം വിശ്വസാഹിത്യത്തിലെ കഥകളുടെ അക്ഷയസാഗരമാണ്. ഈ കഥകൾ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇന്ന് കഥാകഥന സാഗരത്തിൽ പറയുന്നത് ലിയോ ടോൾസ്റ്റോയുടെ ലോക പ്രശസ്തമായ ഒരാൾക്ക് എത്ര ഭൂമി വേണ്ടിവരും എന്ന കഥയാണ്. നമസ്കാരം. കഥാകഥന സാഗരത്തിലെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ച് മനുഷ്യൻ മറന്നുപോകുമ്പോൾ പ്രകൃതിയുടെ ഒരു നിശബ്ദ ചോദ്യമായി കാലം അവശേഷിപ്പിക്കുന്ന ഒരു കഥയാണിത്. ലോക സാഹിത്യത്തിലെ ധാർമ്മിക ഗുണപാഠ കഥകളിൽ ഏറ്റവും ഉത്തമമായ ഒന്ന്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു മനുഷ്യന് എത്രമാത്രം ഭൂമി വേണം എന്ന കഥ. ഈ കഥ പഹോം എന്ന കർഷകന്റെ കഥയാണ്. അത്യാഗ്രഹം എന്ന വികാരം ഒരു സാധാരണ മനുഷ്യനെ എവിടെ വരെ എത്തിക്കുമെന്നും ഒടുവിൽ അവശേഷിക്കുന്നത് എന്താണെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പഹോം ഒരു സാധാരണ കർഷകനായിരുന്നു. തൻ്റെ കൃഷിഭൂമിയിൽ ഭാര്യയോടും കുടുംബത്തോടുമൊപ്പം സന്തുഷ്ടനായി അദ്ദേഹം ജീവിച്ചു. ഒരു ദിവസം ഭാര്യ സഹോദരിയോട് സംസാരിക്കുന്നത് കേട്ടു. നമ്മുടെ ജീവിതം എത്ര നല്ലതാണ്, ഞങ്ങൾക്ക് ദുരിതമില്ല, ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമുണ്ട്, ഇതല്ലേ സന്തോഷം. എന്നാൽ അത് കേട്ട പഹോം ഉറക്കെ ചിന്തിച്ചു, സത്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭൂമിയില്ല. എനിക്ക് കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെയും പേടിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിലെ ഒരു ഭൂവുടമ തൻ്റെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചു. പഹോം തൻ്റെ സമ്പാദ്യമെല്ലാം ചേർത്ത് കുറച്ച് ഭൂമി വാങ്ങി. പഹോം സന്തോഷവാനായി. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും പഹോമിൻ്റെ അത്യാഗ്രഹം വർദ്ധിച്ചു. ഇത്രയും ഭൂമി പോരാ, കുറച്ചുകൂടി വേണം. കൂടുതൽ ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടെന്ന് കേട്ടറിഞ്ഞ് അയാൾ പുതിയ സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ അയാൾക്ക് കൂടുതൽ ഭൂമി ലഭിച്ചു. പക്ഷേ അപ്പോഴും തൃപ്തിയായില്ല. ഒരു ദിവസം പഹോം ഒരു വ്യാപാരിയിൽ നിന്ന് കിഴക്കൻ പ്രദേശത്തുള്ള ബാഷ്കീർ വംശജരെ കുറിച്ച് കേട്ടു. അവർ ഭൂമി വിൽക്കുന്നു, വളരെ കുറഞ്ഞ വിലയ്ക്ക്, എത്ര വേണമെങ്കിലും വാങ്ങാം. ഈ വാർത്ത കേട്ട പഹോം ഉടൻ തന്നെ അങ്ങോട്ട് യാത്ര തിരിച്ചു. താൻ സ്വപ്നം കണ്ട സ്വർഗ ഭൂമിയാണത് എന്ന് അയാൾക്ക് തോന്നി. ബാഷ്കീറുകൾ ലളിത മനസ്കരായിരുന്നു. അവർക്ക് പണത്തേക്കാൾ പ്രധാനം സൗഹൃദമായിരുന്നു. ബാഷ്കീറുകളുടെ തലവൻ ഒരു വിചിത്രമായ വാഗ്ദാനം ചെയ്തു. അതിപ്രകാരമായിരുന്നു: നാളെ നിങ്ങൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങുക. നിങ്ങൾ നടക്കുന്ന ചുറ്റളവിലുള്ള ഭൂമി മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് തിരികെ എത്തണം. എത്തിയില്ലെങ്കിൽ ഭൂമി നഷ്ടമാകും, പണം തിരികെ ലഭിക്കില്ല. ഒടുവിൽ പഹോം ആ നിബന്ധന അംഗീകരിച്ചു. ഒരു ദിവസം നടന്ന് തിരികെ എത്തുന്ന അത്ര ഭൂമി. അതൊരു വലിയ സ്വപ്നമായിരുന്നു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. പഹോം ആവേശത്തോടെ നടക്കാൻ തുടങ്ങി. അയാൾ വളരെ വേഗത്തിൽ നടന്നു. ഇവിടെയെല്ലാം എൻ്റെ ഭൂമിയായി മാറും. അയാൾ ആവേശഭരിതനായി. മുന്നോട്ട് പോകുന്തോറും അയാൾ കൂടുതൽ ഭൂമി കണ്ടു. ഇതും കൂടി വേണം. ഈ മനോഹരമായ താഴ്വര, അതും എൻ്റേതാകണം. താൻ അധിക ദൂരം പോയിട്ടില്ലെന്ന് അയാൾ സ്വയം പറഞ്ഞു. തിരിച്ചെത്താൻ സമയമുണ്ട്, എനിക്ക് കൂടുതൽ ദൂരം പോകാൻ കഴിയും. ഉച്ചയായി. സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. പഹോം ക്ഷീണിച്ചു, ദാഹിച്ചു. പക്ഷെ ഭൂമിയോടുള്ള അത്യാഗ്രഹം അയാളെ മുന്നോട്ട് നയിച്ചു. തിരിച്ചു നടക്കേണ്ട സമയം. സൂര്യൻ പതിയെ താഴാൻ തുടങ്ങി. പഹോം ഒന്ന് പേടിച്ചു. താൻ ഒരുപാട് ദൂരം പോയി, എനിക്ക് തിരിച്ചെത്താൻ കഴിയുമോ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പഹോം ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടെ വീണു. കൈകൾ നീട്ടി ബഷ്കീർ തലവൻ്റെ കാലിൽ പിടിച്ചു. ഞാൻ എത്തി, അയാൾ മന്ത്രിച്ചു. ബഷ്കീർ തലവൻ ഒന്ന് ചിരിച്ചു. എന്നാൽ ആ ചിരിക്ക് മറുപടി പറയാൻ പഹോമിന് കഴിഞ്ഞില്ല. അയാൾ എഴുന്നേറ്റില്ല.
അവിടെ ആ ഭൂമിയിൽ പഹോം മരിച്ചു വീണു. അത്യാഗ്രഹത്തിൻ്റെ ഓട്ടത്തിൽ അയാൾ സ്വയം മറന്നു. ബഷ്കീർ തലവൻ പഹോമിൻ്റെ അടുത്ത് വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇദ്ദേഹത്തിന് കുറച്ച് ഭൂമി വേണം. ഒരു മനുഷ്യന് എത്രമാത്രം ഭൂമി വേണം എന്നറിയാമോ? ലോകത്തോട് മുഴുവനായി ബഷ്കീർ തലവൻ ചോദിക്കുന്നത് പോലെ ആയിരുന്നു ആ ചോദ്യം. അയാൾ പഹോമിൻ്റെ ശരീരം മറവ് ചെയ്യാൻ ആരംഭിച്ചു. തല മുതൽ കാൽ വരെ 6 അടി നീളമുള്ള ഒരു കുഴി. 6 അടി. ഒരു മനുഷ്യൻ ഈ ലോകത്ത് സ്വന്തമായി വേണ്ട ഏക ഭൂമി. ടോൾസ്റ്റോയുടെ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. സമ്പാദിച്ച ഭൂമിയോ അതോ സ്വന്തം ശവക്കുഴിയോ? ഈ മനുഷ്യന് എത്ര ഭൂമി വേണം? 6 അടി ഭൂമി മാത്രം. അത്യാഗ്രഹത്തിൻ്റെ പാത അവസാനിക്കുന്നത് എപ്പോഴും ഈ 6 അടി മണ്ണിലാണ്. സ്നേഹം, സന്തോഷം, സംതൃപ്തി എന്നിവയേക്കാൾ വലുതല്ല ഭൗതികമായ ഒരു നേട്ടവുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ ലോകോത്തര കഥകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ വിടാം.